അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നത് ദഅവത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പരിചയപ്പെടുത്തൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തൽ, ആഖിറമുണ്ടെന്ന് ബോധ്യപ്പെടുത്തൽ എന്നിവയൊക്കെയാണ് ദഅവത്തിൽ പ്രധാന ഭാഗങ്ങളായി വരുന്നത്. എല്ലാ അമ്പിയാക്കളും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ എല്ലാ അമ്പിയാക്കളും നബിമാരാണ് എന്നതിന് പ്രധാനമായും തെളിവ് മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മുഅ്ജിസത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നബി തങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തുൽ ബഖറ 23-ാമത്തെ ആയത്ത്, ഖുൽ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഇന്നും പത്തരമാറ്റോടുകൂടി നിലനിൽക്കുന്ന ഒരു വെല്ലുവിളി എന്നൊക്കെ പറയാവുന്നതാണ് ഈ ആയത്ത്. മുഅ്ജിസത്തുകൾ രണ്ട് തരത്തിലുണ്ടെന്നാണ്. ഒന്ന് ഹിസ്സിയായ മുഅ്ജിസത്തും മറ്റൊന്ന് മാനവിയായ മുഅ്ജിസത്തുമാണ്. മാനവിയായ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അനുകരിക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ പിൽക്കാലത്ത് മറ്റൊരാളിൽ നിന്ന് പ്രകടമായേക്കാം. അന്നത് ഖവാരിഖുൽ സാധാരണക്ക് വിപരീതമാണ് എന്നതേ ഉള്ളൂ. എന്നും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഹിസ്സി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖുർആൻ എന്ന മുഅ്ജിസത്ത് ഒരു കാലത്തും ഒരാൾക്കും മറികടക്കാൻ കഴിയാത്തതും അതിന്റെ വെല്ലുവിളികളും അതിന്റെ സൂചനകളും എല്ലാം ഇന്ന് ഒരേ മൂല പത്തരമാറ്റോടുകൂടെ നിലനിൽക്കുന്നതും, തർക്കങ്ങളില്ലാത്ത തരത്തിൽ സയൻസിന് എന്തെല്ലാം കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെയും പരിശുദ്ധ ഖുർആൻ അതിനൊരിക്കലും എതിരാവാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന, എല്ലാ നിലയിൽ ചിന്തിച്ചാലും ഇലാഹിയായത് എന്ന് ബോധ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഖുർആനിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ, ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബോധ്യപ്പെടും എന്നതാണ്. പിന്നെ മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ് വേണ്ടത്. സ്വത്ത് താല്പര്യത്തിന് വേണ്ടി വാദിച്ച കുറെ കളവുകളായിരുന്നു ഖുർആൻ. അതുപോലെ തന്റെ സമൂഹത്തെ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം സ്വീകരിച്ച ഒരു തന്ത്രമായിരുന്നു. സത്യസന്ധനായിരുന്നു എങ്കിലും ഒരു വിഭ്രാന്തിയുള്ള മനുഷ്യനായിരുന്നു. ആ വിഭ്രാന്തിയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. തുടങ്ങിയ എല്ലാ വിമർശനങ്ങളെയും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അവകൾക്കുള്ള ആധുനിക പഠനങ്ങളും വെച്ചു തന്നെ നമുക്ക് വിമർശിക്കാനും മറുപടി നൽകാനും ബോധ്യപ്പെടുത്താനും സാധ്യമാകുന്നിടത്താണ് മനുഷ്യന്റെ ഖൽബിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാനം പിടിക്കുന്നത്. നബി തങ്ങൾ ഖൽബിൽ സ്ഥാനം പിടിച്ചാൽ മാത്രമേ ആ ഖൽബിൽ ഈമാനിന് സ്ഥാനം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുപോലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്ത് പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കണം. ധാരാളം വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ് ഒരാരോപണം. അതുപോലെ സ്ത്രീ വിരുദ്ധനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമും സ്ത്രീ വിരുദ്ധമായ മതമാണ്. മറ്റൊന്ന്, എല്ലാ കാര്യങ്ങളും അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതിന് ശേഷം നമ്മളെ സ്വീപ്പാക്കുകയാണ്. തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എതിരെ വരാവുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. അതുകൊണ്ട് ഈ ആരോപണങ്ങളെയൊക്കെ തന്നെ നമ്മൾ വളരെ വസ്തുനിഷ്ഠമായി പഠിച്ച്, അത് നമുക്ക് തീരെ സംശയമില്ലാത്ത തരത്തിൽ പഠിച്ച് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വിവാഹങ്ങളും, അതിന്റെ പശ്ചാത്തലങ്ങൾ, അതുണ്ടാവാനുള്ള സാധ്യതകൾ, ശേഷമുള്ളവരുടെ ജീവിതങ്ങൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പഠിക്കണം. തീർച്ചയായും നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമ മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 അല്ലെങ്കിൽ 11 വിവാഹത്തിൽ മാതൃക എന്താണെന്ന് ചോദിക്കാറുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ട് കാലങ്ങൾ കഴിഞ്ഞ് 10-15 വർഷങ്ങൾ കഴിഞ്ഞാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ പോലുള്ളവർ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് അവരോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം? അപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഖുർആനിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ ഭൂമിയിൽ
ഏറ്റവും സംശുദ്ധമായ സ്വഭാവത്തിന്റെ ഉടമ. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആൾ സ്വന്തം സഹധർമ്മിണിക്ക് ഏറ്റവും ഖൈറായ ആൾ ആകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അതിന് ജീവിച്ച സാക്ഷിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും നബി തങ്ങളോടൊത്തുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും ഭാര്യമാർക്കുണ്ടായില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുത്തെ ജീവിതം ശരിയായിരുന്നു എന്നതിന് 9 സാക്ഷികൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. നമ്മളെക്കുറിച്ച് നമ്മുടെ ഇണകൾക്ക് എത്രമാത്രം താല്പര്യവും അഭിപ്രായവുമാണ് ഉള്ളത് എന്നത് ചേർത്ത് വെച്ചുകൊണ്ട് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തിലുള്ള മാതൃകയെ വിശകലനം ചെയ്യാൻ. വിശാലമായ പഠനത്തിന് വേണ്ടി നിങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.